ഐസ്ലാൻഡിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ശരിക്കുമുള്ള ഐസ്ലാൻഡ് ഇപ്പോഴാണ് കാണുന്നതെന്ന് പറയാം. മഞ്ഞിന്റെ വിശാല ലോകം. ഇവിടുത്തെ ഡെറ്റിഫോസ് എന്ന വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ള മടക്കമാണ്. മടങ്ങുമ്പോൾ ക്യാമറയും ഞാനും പിന്നെ സഞ്ചാരം ഗ്രൂപ്പിലെ ഏതാനും പേരും മാത്രമേ ഉള്ളൂ. നല്ല കനത്തിൽ വീണുകിടക്കുന്ന മഞ്ഞിലൂടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് വെള്ളച്ചാട്ടം വരെ വരാൻ പുറപ്പെട്ട പലരും പാതി വഴിവെച്ച് തിരികെ പോയി. അതിഭീകരമായ തണുപ്പാണ്. എന്നാൽ കുറച്ചുപേർ എന്റെ കൂടെ അങ്ങേയറ്റം വരെ വന്ന് വെള്ളച്ചാട്ടം കാണാനുള്ള സാഹസം കാട്ടി. തിരികെ പാർക്കിംഗിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഏതാനും കെട്ടിടങ്ങളുണ്ട്. ടോയ്ലറ്റ് കോംപ്ലക്സ് ആണത്. ഞങ്ങളുടെ ബസ് അങ്ങേയറ്റത്തു കിടപ്പുണ്ട്. പലരും തണുപ്പ് സഹിക്കവയ്യാതെ നേരത്തെ തന്നെ ബസ്സിനകത്ത് കയറിയിരിക്കുന്നു. ഐസ്ലാൻഡിൽ വന്നിട്ട് ഐസ് കണ്ടില്ല എന്നൊരു പരാതി ആദ്യത്തെ 2 ദിവസം പലർക്കുമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ സങ്കടമൊക്കെ മാറി. യാത്ര തുടരുകയാണ്. ഡയമണ്ട് സർക്കിൾ എന്നൊരു റൂട്ടിലെ കാഴ്ചകളിലൂടെയാണ് ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അക്കുറേറി എന്ന സ്ഥലത്തെ ഒരു റിസോർട്ടിൽ നിന്നുമാണ് ഇന്ന് രാവിലെ യാത്രയുടെ തുടക്കം. ഹോട്ടൽ നാറ്റൂർ എന്ന റിസോർട്ടിൽ നിന്നും. പാതയോരത്ത് ധാരാളം വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ വന്ന വണ്ടികളാണ്. ഡെറ്റിഫോസ് വെള്ളച്ചാട്ടമാണ് ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകാനുള്ള കാരണം. ഇവിടമെല്ലാം മഞ്ഞിനാൽ മൂടിക്കിടക്കുകയാണ്. വാറ്റ്നായോ കൂൾ എന്ന നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഭീകരമായ മഞ്ഞുവീഴ്ചയായിരിക്കും. 1 മീറ്ററും 1.5 മീറ്ററും വരെ കനത്തിൽ മഞ്ഞു വീഴും. ഏതാണ്ട് 15,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന നാഷണൽ പാർക്കാണ് വാറ്റ്നായോ കൂൾ. വലിയ ഹിമാനികളുടെയും ഗോഡഫോസ് ഉൾപ്പെടെയുള്ള പ്രകൃതി അത്ഭുതങ്ങളുടെയും സംരക്ഷണത്തിനു വേണ്ടി രൂപീകരിച്ച പാർക്കാണിത്. സമ്മറിൽ ചൂടുകൂടിയ നേരത്ത് 10 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ സെൽഷ്യസ് ആയിരിക്കും ഇവിടുത്തെ താപനില. എന്നാൽ വിന്ററിൽ ചില ദിവസങ്ങളിൽ അത് -10 മുതൽ -20 വരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ സമ്മറിന്റെ ഏറ്റവും മൂർധന്യകാലം. ആ സമയത്തെ പരമാവധി ഉയർന്ന താപനിലയാണ് 20 ഡിഗ്രി സെൽഷ്യസ്. വിന്ററിന്റെ പീക്ക് ടൈം ജനുവരി മാസമാണ്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ -5 മുതൽ -20 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴും. അനേക വർഷങ്ങൾ നീണ്ട പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഫലമായാണ് ഞാൻ നേരത്തെ കണ്ട ഡെറ്റിഫോസ് വാട്ടർഫോൾ രൂപം കൊണ്ടിരിക്കുന്നത്. കൊടും തണുപ്പിൽ നിന്ന് ബസ്സിലേക്ക് കയറിയതിന്റെ ആശ്വാസത്തിലാണ് പലരും. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ലഞ്ചിന്റെ സമയമായിരിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് അവിടെ എത്തിക്കാമെന്ന് പീറ്റർ പറയുന്നുണ്ട്. എങ്കിലും 47 കിലോമീറ്റർ ഓടാനുണ്ട്. അവിടേക്കുള്ള പാതയിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഓർമ്മിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ എന്ന് പീറ്റർ ചോദിച്ചു. മഞ്ഞിൽ തെന്നിപ്പോയ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു കിടക്കുന്നു. അതിലൊന്ന് റോഡിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തള്ളിക്കയറ്റി കൊണ്ടുപോകേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അവർ അങ്ങനെ കിടക്കുകയാണ്. ഇനി പോലീസ് വരണം. ചടങ്ങുകൾ കുറേയുണ്ട്. ഇത്തരം മഞ്ഞുപാതയിലൂടെ വണ്ടി ഓടിക്കാൻ പ്രത്യേകതരം ടയറാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. മുള്ളുള്ള ഒരു തരം ടയർ. മഞ്ഞുകാലമാകുമ്പോൾ സാധാരണ ടയർ മാറ്റി ആ ടയർ ഇടും. കാരണം റോഡിൽ മഞ്ഞിന്റെ ഒരു നേർത്ത പാളി ഉണ്ടാകും. അതിൽ തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തണുപ്പ് നല്ല സുഖമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഇത്തരം തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിതം വളരെ വിഷമമാണെന്നാണ് പീറ്ററും പറയുന്നത്. ബുൾഡോസർ കൊണ്ട് റോഡിലെ മഞ്ഞ് എല്ലാ ദിവസവും 2-3 നേരം മാറ്റണം. വീടിന്റെ മേൽക്കൂരയിലും മഞ്ഞിന്റെ വലിയ പാളികൾ രൂപപ്പെടും. എല്ലാ ദിവസവും മേൽക്കൂരയിൽ നിന്ന് മഞ്ഞ് കുത്തി താഴേക്ക് മാറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ മേൽക്കൂര തന്നെ ഇടിഞ്ഞു പോകും. അതൊക്കെ ഓർത്തിരിക്കെ ബസ് റെയ്ക്യാഹ്ലീഡ് എന്ന സ്ഥലത്തേക്കെത്തി. ഡെറ്റിഫോസ് വെള്ളച്ചാട്ടം കാണാൻ ഈ വഴി തന്നെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഒരു ജിയോ തെർമൽ സെന്ററാണ് റെയ്ക്യാഹ്ലീഡ്. ഭൂമിയിൽ നിന്നും തിളച്ച വെള്ളം വമിക്കുന്ന സ്ഥലത്ത് ഒരു ജിയോ തെർമൽ സ്റ്റേഷനൊക്കെയുണ്ട്. അവിടെ ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. വീടുകളിലേക്ക് ചൂടുവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേഷനാണിത്. ഒരു ഡയറ്റോമൈറ്റ് പ്ലാന്റ് ആയിരുന്നു അത്. ഭൂമിക്കടിയിൽ നിന്നും എടുക്കുന്ന ഡേറ്റാമേഷ്യസ് എർത്ത് എന്ന സോഫ്റ്റ് പാറകൾ വ്യാവസായിക ആവശ്യത്തിനായി സംസ്കരിക്കുന്ന പ്ലാന്റ്. ടൂത്ത് പേസ്റ്റും പെയിന്റുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡേറ്റാമൈറ്റ്.
ഭൂമിക്കടിയിൽ നിന്നും വരുന്ന തിളച്ച വെള്ളം ഉപയോഗിച്ചായിരുന്നു അത് ശുദ്ധീകരിച്ചിരുന്നത്. പ്ലാന്റിന് മുന്നിൽ ബ്ലൂ ലേക്ക് എന്ന ചെറിയ തടാകം. 18-ാം നൂറ്റാണ്ടിൽ സമീപത്തെ ക്രാഫ്ല എന്ന അഗ്നിപർവ്വതം പൊട്ടി ലാവയുടെ അടിയിലായി പോയ പ്രദേശങ്ങളാണ് ഇതെല്ലാം. 47 കിലോമീറ്റർ പെട്ടെന്ന് തന്നെ ഓടി. ഞങ്ങളിപ്പോൾ മീവ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപം കൊണ്ട നിരവധി മലകളുടെ നടുവിലുള്ള ചെറിയൊരു സമതല പ്രദേശം. അവിടെ രൂപപ്പെട്ട ഒരു ചെറുപട്ടണമാണ് മീവ. ഇവിടെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം ഉണ്ട്. ഈ റൂട്ടിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന സ്റ്റേഷൻ മീവയാണ്. 4-5 നല്ല ഹോട്ടലുകളുണ്ട് ഇവിടെ. ഇവിടുത്തെ മില എന്ന റെസ്റ്റോറന്റിലാണ് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വൈക്കിങ്ങുകൾ ഐസ്ലാൻഡിലേക്ക് കയറി വന്ന 9-ാം നൂറ്റാണ്ടിൽ തന്നെ ജനവാസം ആരംഭിച്ച പ്രദേശമാണിത്. എന്നാൽ ഒരു കാലത്തും ഇവിടെ 500-ലധികം ആളുകൾ വസിച്ചിരുന്നില്ല. ഇപ്പോഴും 500-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഒടുവിൽ വണ്ടി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറന്റിന് മുന്നിൽ ചെന്നു നിന്നു. ബറിയായ എന്ന ഹോട്ടലിന്റെ ഭാഗമായ മില എന്ന റെസ്റ്റോറന്റ്. ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്നു. ഒരു ഭാഗത്ത് ബാർ. ഞങ്ങളുടെ യാത്രയിൽ ഇവിടെ വെച്ച് ഞാൻ ഈ സംഘവുമായി പിരിയുകയാണ്. 3-4 ദിവസം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നിനി അവരോടൊപ്പം ഉച്ചഭക്ഷണം കൂടി കഴിച്ച ശേഷം ഞാൻ മടങ്ങിപ്പോവുകയാണ്. സൂപ്പാണ് ആദ്യമെത്തിയത്. കൊടും തണുപ്പിൽ നിന്നും വന്നവർക്ക് നല്ല ചൂട് സൂപ്പ് സുഖകരമായ അനുഭവം കൂടിയായി. പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഞാനിനി എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ്. എല്ലാവരും എന്നെ യാത്രയാക്കി. എനിക്കുള്ള ടാക്സി പുറത്ത് കാത്തുകിടപ്പുണ്ട്. ഇയാൾ വന്നിട്ട് കുറച്ചു നേരമായി. അതിലേക്ക് ചെന്ന് കയറി. ഇനി ഇവിടെ നിന്നും അക്കുറേറിയിലെത്തണം. 74 കിലോമീറ്റർ യാത്രയുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായിരിക്കുന്നു. അക്കുറേറി എയർപോർട്ടിൽ നിന്ന് വൈകിട്ടത്തെ ഒരു ഫ്ലൈറ്റിൽ എനിക്ക് റെയ്ക്യാവിക്കിലെത്തണം. 4:30 ആകുമ്പോഴേക്കും അക്കുറേറിയിലെത്തും. 6:30-ക്കാണ് ഫ്ലൈറ്റ്. ടൈമിംഗ് ഏതാണ്ട് കൃത്യമായി വരും. അങ്ങകലെ ഒരു കെട്ടിടം കാണാം. അതൊരു ഹോട്ടലാണ്. മീവയിലെ ഫോസ് ഹോട്ടൽ. ഐസ്ലാൻഡിലെ വലിയൊരു ഹോട്ടൽ ചെയിനാണ് ഫോസ്. ഈ രാജ്യത്ത് അവർക്ക് 17 ഹോട്ടലുകളുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് അക്കുറേറിയിലേക്ക് പോകേണ്ടത്. ഇദ്ദേഹത്തിന്റെ പേര് എയ്നർ എന്നാണ്. ഈ റൂട്ടിലുള്ള ചില അഗ്നിപർവ്വതങ്ങളൊക്കെ എയ്നർ കാണിച്ചു തന്നു. ആളൊരു പരിക്കൻ മനുഷ്യനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മിണ്ടാതിരുന്നതാണെന്ന് പിന്നീട് മനസ്സിലായി. മനോഹരമായ ഭൂപ്രകൃതി കണ്ടുകൊണ്ടാണ് യാത്ര. പലയിടത്തും നദികളുണ്ട്. ശുദ്ധജലം ഒഴുകുന്ന നദികളും ശുദ്ധജല തടാകങ്ങളും ധാരാളമുള്ള ഒരു പ്രദേശമാണിത്. മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ട്രൗട്ട്, അറ്റ്ലാന്റിക് സാൽമൺ, കോഡ് തുടങ്ങിയ മത്സ്യങ്ങൾ ധാരാളമുണ്ട് ഇവിടുത്തെ ജലാശയങ്ങളിൽ. തടാകങ്ങളിൽ നിന്നും നദികളിൽ നിന്നുമെല്ലാം ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഇവിടെ ആളുകൾ വരും. വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള മീൻപിടുത്തവും ടൂറിസം ആക്ടിവിറ്റിയായ ഗെയിം ഫിഷിംഗുമെല്ലാം ഐസ്ലാൻഡിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആർക്കും തോന്നുന്നത് പോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാവില്ല. അതിന് കൃത്യമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. മീവ തടാകമാണ് ഒരു വശത്ത്. ഇതിലും ധാരാളം മത്സ്യങ്ങളുണ്ട്. നിയന്ത്രിതമായ മത്സ്യബന്ധനത്തിന് അനുമതിയുമുണ്ട്. റിവർ ട്രൗട്ട്, ബ്രൗൺ ട്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇതിൽ കൂടുതലായുള്ളത്. 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകമാണിത്. 4.5 മീറ്ററാണ് പരമാവധി ആഴം. ലാവാ ഫീൽഡിൽ രൂപപ്പെട്ട തടാകമാകയാൽ ഇതിന്റെ വക്കിലൊക്കെ ധാരാളം പൊത്തുകളുണ്ട്. ആ പൊത്തുകളിൽ ഗ്യാർലോങ് ഡോർ എന്ന ഒരിനം മത്സ്യം വസിക്കുന്നു. സീസണിൽ അവയെയും പിടിക്കാറുണ്ട്. വിവിധ ഇനം പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് മീവ തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശം. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തടാകം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഈ കാണുന്നതെല്ലാം ഐസ്ലാൻഡിലെ ഗ്രാമങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ കൊതിപ്പിക്കുന്ന കാഴ്ചയാണ് ഗ്രാമങ്ങളുടേത്. പക്ഷേ അവിടുത്തെ ജീവിതം അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല. 7 മാസം നീണ്ടു നിൽക്കുന്ന മഞ്ഞുകാലം അതിഭീകരമായ ഒരു കാലം തന്നെയാണ്. അപ്പോൾ ഗ്രാമങ്ങളിലെ ജീവിതം അതീവ ദുഷ്കരമാവും. ഓരോ വീടും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. നഗരങ്ങളിൽ നിന്ന് ഏറെ അകന്ന് ഒറ്റപ്പെട്ടുള്ള ജീവിതം ഇവിടുത്തെ ഗ്രാമീണരിൽ പലർക്കും ദുസ്സഹമാണ്. നല്ലൊരു ആശുപത്രിയിൽ എത്തണമെങ്കിൽ പോലും 4-5 മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വരുമെന്നതൊക്കെയാണ് അതിന് കാരണം. മിക്ക ഗ്രാമങ്ങളിലും 10-ൽ താഴെ വീടുകളെ ഉണ്ടാകൂ. ആ ഗ്രാമങ്ങളുടെ എല്ലാം ഭരണം ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും. അല്ലാതെ ഗ്രാമസഭകളോ നാട്ടുകൂട്ടങ്ങളോ ഒന്നും ഇവിടെയില്ല. ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന്റെയും ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും ഒക്കെ ചുമതല മുനിസിപ്പാലിറ്റികൾക്കാണ്. ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസമാണ് ഒരു പ്രധാന പ്രശ്നം. ചില ഗ്രാമങ്ങളിൽ 6-7 കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. അവർക്കായി ഒരു വിദ്യാലയം നടത്താൻ പറ്റുകയില്ലല്ലോ. അതിനാൽ പല ഗ്രാമങ്ങളിൽ നിന്ന് എത്താവുന്ന ദൂരത്തിൽ ഒരു വിദ്യാലയം ഉണ്ടായിരിക്കും. അവിടേക്ക് സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതാണ് പതിവ്. ഗോഡഫോസ് വെള്ളച്ചാട്ടം കഴിഞ്ഞ് ഒഴുകി വരുന്ന നദിയാണിത്. രാവിലെ ഞാൻ ആ വെള്ളച്ചാട്ടം കണ്ടിരുന്നു. ഐസ്ലാൻഡ് ചെറിയ രാജ്യമായതിനാലും ചെറിയ ഗ്രാമങ്ങൾ ധാരാളമുള്ളതിനാലും കുടുംബ ബന്ധങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇരുവർക്കും ഒരേ പദവിയുമാണ്. പുരുഷ മേധാവിത്വമില്ലെന്ന് സാരം. ഇപ്പോൾ ലോസ വാറ്റൻ എന്ന തടാകത്തിന്റെ തീരത്തുകൂടിയാണ് പോകുന്നത്. 3 ചതുരശ്ര കിലോമീറ്ററിലേറെ വിസ്തൃതിയുള്ള തടാകം. അത് പിന്നിട്ട് പോകുമ്പോഴും ഭൂപ്രകൃതിയുടെ മനോഹാരിതയാണ് ആകർഷിക്കുന്നത്. മലകളുടെ മുകളിൽ മഞ്ഞിന്റെ പുതപ്പ് വീണ് കിടക്കുന്നത് കാണാം. ഐസ്ലാൻഡിന്റെ ഈ പ്രകൃതി ഭംഗി നിരവധി ഇന്ത്യൻ സിനിമകളിൽ വന്നിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ ചിത്രമായ ദിൽവാലയിലെ ഒരു ഗാനത്തിന്റെ ചിത്രീകരണം ഇവിടെ വച്ചായിരുന്നു. ഐസ്ലാൻഡിലെ ലഗൂണുകളും വോൾക്കാനോകളും ബീച്ചുകളും വെള്ളച്ചാട്ടവുമെല്ലാം ആ ചിത്രത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തെലുങ്കു ചിത്രങ്ങളായ നായക്, നമോ വെങ്കടേശ തുടങ്ങി പല ഇന്ത്യൻ സിനിമകളുടെയും ലൊക്കേഷനായിരുന്നു ഐസ്ലാൻഡ്. നിരവധി ഹോളിവുഡ് സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്റ്മാൻ ബിഗിൻസ്, റഫ് 1, എ സ്റ്റാർ വാർ സ്റ്റോറി, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഡൈ അനദർ ഡേ ആണ് ഇവിടെ ഷൂട്ട് ചെയ്ത മറ്റൊരു പ്രശസ്തമായ ഹോളിവുഡ് ചിത്രം. കാർ ഒരു ടണലിലേക്ക് പ്രവേശിച്ചു. വദ്ല ഹൈദാർഗോങ് എന്ന ടണലാണ്. 7.5 കിലോമീറ്റർ നീളമുള്ള ടണൽ. $9.5 കോടി ചിലവിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. 2018-ൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ടണലാണ്. ഈ ടണലിലൂടെ വാഹനങ്ങൾ 70 കിലോമീറ്ററിൽ കുറഞ്ഞ സ്പീഡിൽ മാത്രമേ പോകാവൂ എന്നാണ് നിബന്ധന. ടണൽ കടന്നപ്പോഴേക്കും അങ്ങ് താഴെ അക്കുറേറി പട്ടണം കാണാം. കാർ ആ പട്ടണത്തോട് അടുത്തിരിക്കുന്നു. യയാ ഫ്യോർദൂർ എന്ന ഫ്യോർദാണ് ഇക്കാണുന്നത്. അക്കുറേറി പട്ടണം വരെ നീണ്ടുകിടക്കുന്ന ഉൾക്കടൽ. അതിനെ ക്രോസ് ചെയ്തു വേണം പട്ടണത്തിലേക്കെത്താൻ. കടലിൽ നിന്ന് ഉള്ളിലേക്ക് പരമാവധി കയറിക്കിടക്കുന്ന ജലാശയമാണ്. അതിന്റെ ഏറ്റവും അറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടം ചതുപ്പ് പോലുള്ള പ്രദേശമാണ്. അങ്ങകലെ മഞ്ഞു മൂടിയ മലനിരകൾ. ആ മലനിരകളുടെ ചുവട്ടിലാണ് അക്കുറേറിയിലെ എയർപോർട്ട്. ഫ്യോർദിനുള്ളിലേക്ക് മണ്ണ് നികത്തിയാണ് എയർപോർട്ട് പണിതിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളെല്ലാം മലനിരയായതുകൊണ്ട് പരന്ന ഒരു സ്ഥലം കിട്ടാനില്ലായിരുന്നു. അതിനാലാണ് ഫ്യോർദിനകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് റൺവേ നിർമ്മിച്ചത്. ഈ പരിസരത്തൊന്നും ഒരാളെയും കാണുന്നില്ല. കാറുകളുടെ ബാഹുല്യം കണ്ടപ്പോൾ ഞാൻ കരുതി എയർപോർട്ടിൽ നല്ല ജനത്തിരക്കായിരിക്കുമെന്ന്. ചെറിയൊരു എയർപോർട്ടാണ്. പുതിയ ടെർമിനലിന്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എയ്നർ പണം വാങ്ങി യാത്ര പറഞ്ഞു. പക്ഷെ വലിയൊരു പണി തന്നാണ് എയ്നർ പോയത്. ഇവിടം വരെ എന്നെ കൊണ്ടുവരാൻ 74 കിലോമീറ്റർ ഓടിയതിന് 35,000 രൂപ കൂലിയായി വാങ്ങി. 20,000 രൂപ വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ എന്നെ ഇവിടെ ഇറക്കിയപ്പോൾ എയ്നർ പറഞ്ഞു, നിങ്ങളെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തെന്നും അതിനുള്ള ചാർജ് വേണമെന്നും. വഴക്കുണ്ടാക്കാൻ കഴിയില്ലല്ലോ. പണം കൊടുത്ത് അയാളെ പറഞ്ഞുവിട്ടു. 35,000 രൂപ കൊടുത്ത് ഞാൻ 74 കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ
നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെയും ഒരു മനുഷ്യനുമില്ല. അവസാനം മെഷീനിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു വിമാനമെത്തി. കുറെ യാത്രക്കാരും വന്നു നിറഞ്ഞു. ഐസ്ലാൻഡ് എയറിന്റെ ഒരു ബൊംബാർഡിയർ വിമാനമാണ്. ഇത്തരം ചെറിയ വിമാനങ്ങളെ ഇവിടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. 80 സീറ്റുണ്ടാകും അതിൽ. ഞാനങ്ങനെ അക്ഷമനായി കാത്തിരിക്കുകയാണ്. ഇവരെല്ലാം ആ വിമാനത്തിൽ പോകാനുള്ളവരായിരിക്കും. സമയമെത്തിയപ്പോൾ എല്ലാവരും ക്യൂവിൽ നിന്നു. ഇവിടുത്തെ ബോർഡ് തെറ്റായ വിവരമാണ് കാണിച്ചത്. എനിക്ക് പോകാനുള്ള വിമാനം ഇനി വരാനുള്ളതാണ് എന്നായിരുന്നു ബോർഡിലുള്ളത്. അവസാന നിമിഷം എനിക്ക് മനസ്സിലായി ഇന്ന് ഇതേയുള്ളൂ ഇവിടെ നിന്ന് വിമാനമെന്ന്. അതിനാൽ അതിൽ ചെന്ന് കയറി. ഐസ്ലാൻഡ് എയർ ഉൾപ്പെടെ 5 വിമാന കമ്പനികളാണ് അക്കുറേറി വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. എനിക്ക് ഏറ്റവും പുറകിലെ സീറ്റാണ് കിട്ടിയത്. അവിടെ തന്നെ പോയിരുന്നു. മെഷീനിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തതുകൊണ്ടായിരിക്കണം പിന്നിലെ സീറ്റ് കിട്ടിയത്. വിമാനം പുറപ്പെടുകയായി. ഐസ്ലാൻഡ് എയർ വിമാനം മാത്രമേ ഇവിടെ നിന്ന് റെയ്ക്യാവിക്കിലേക്ക് സർവീസ് നടത്തുന്നുള്ളൂ. വേനലിൽ മിക്ക ദിവസങ്ങളിലും 2 സർവീസാണ് ഉണ്ടാവുക. ടൂറിസ്റ്റ് സീസണുകളിൽ ഈ എയർപോർട്ടിൽ നിന്നും ഇന്റർനാഷണൽ സർവീസുകളും നടക്കാറുണ്ട്. 2 വശത്തും ഫ്യോർദിന്റെ കാഴ്ചയാണ്. ഫ്യോർദിൽ നിർമ്മിച്ച റൺവേയിലൂടെ ഓടി വിമാനം ടേക്ക് ഓഫ് ചെയ്തു. അല്പസമയത്തിനകം ചക്രം അകത്തേക്കു കയറി. അക്കുറേറി പട്ടണത്തിന്റെ എതിർദിശയിലേക്കാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ നഗരം ആകാശത്തു നിന്ന് കാണാൻ പറ്റിയില്ല. കടലിൽ നിന്ന് പുറപ്പെടുന്ന ഫ്യോർദ് വന്ന് അവസാനിക്കുന്നത് കാണാം. അതിലേക്ക് വന്നു ചേരുന്ന ഒരു നദിയും. ടേക്ക് ഓഫ് ചെയ്ത് അധിക സമയം കഴിയുന്നതിനു മുൻപേ മലകളുടെ മുകളിലൂടെയായി പറക്കൽ. മഞ്ഞു വീണ് കിടക്കുന്ന മലനിരകൾ, താഴെ പരന്ന കൃഷിയിടങ്ങൾ, അതിനിടയിൽ അങ്ങിങ്ങായി ചെറിയ ഗ്രാമങ്ങൾ. 6:30 കഴിഞ്ഞതുകൊണ്ട് നേരം ഇരുണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾക്ക് വലിയ തെളിച്ചമില്ല. ഇത് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ചരിത്രമാണ് ഓർത്തത്. ഇന്ന് ഐസ്ലാൻഡിലെ പട്ടണങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സമ്പന്ന രാജ്യത്തിന്റെ ചിത്രമാണ് ലഭിക്കുക. റോഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ടൂറിസം കേന്ദ്രങ്ങളുമെല്ലാം നന്നായി വികസിച്ചു കഴിഞ്ഞു. വൃത്തിയും മനോഹാരിതയുമുള്ള ഒരു രാജ്യം. അതെല്ലാം യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിന്റെ ദൃശ്യങ്ങളാണ് തരുന്നത്. എന്നാൽ 1900-കളിൽ ഇതായിരുന്നില്ല ചിത്രം. ദാരിദ്ര്യം പിടിച്ച ഒരു നാടായിരുന്നു അന്നിത്. അക്കാലത്ത് ഈ രാജ്യത്താകെ 78,000 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. രാജ്യമെന്ന് തന്നെ പറയാനാകില്ല. ഡെൻമാർക്കിന്റെ ഒരു ഭാഗമായിരുന്നു ഐസ്ലാൻഡ് അന്ന്. മത്സ്യബന്ധനവും കൃഷിയുമായിരുന്നു അന്നും ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. എന്നാൽ മത്സ്യം സംസ്കരിക്കുന്നതിനോ കയറ്റുമതി ചെയ്യുന്നതിനോ ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഭൂരിഭാഗവും ദരിദ്രരായിരുന്നു. 2ാം ലോക മഹായുദ്ധം കഴിയുന്നതുവരെയും ഐസ്ലാൻഡുകാർ ദരിദ്രരായിരുന്നെന്നു പറയാം. അതിനുശേഷമായിരുന്നു പടിപടിയായുള്ള ഉയർച്ച. ഭൂമിക്കടിയിലുള്ള തിളച്ച വെള്ളത്തെയും നീരാവിയെയും വ്യവസായ അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഐസ്ലാൻഡിന്റെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. മഞ്ഞുമൂടിയ മലനിരകൾക്ക് മുകളിലൂടെയാണ് വിമാനം പോകുന്നത്. ചില മലകളുടെ മുകൾ ഭാഗം പരന്നതാണ്. ഇപ്പോൾ സെപ്റ്റംബർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിക്കുക. താഴെ അഗ്നിപർവ്വതങ്ങളുടെ ക്രേറ്ററുകൾ, ലാവ ഒഴുകിപ്പരുന്ന സ്ഥലങ്ങൾ എന്നിവയെല്ലാം കാണാം. നരച്ച ഭൂമിയിൽ ചെറിയ ചെറിയ തടാകങ്ങൾ. ഈ കാണുന്നതെല്ലാം ഓരോ അഗ്നിപർവ്വത മുഖങ്ങളാണ്. ഐസ്ലാൻഡിന്റെ ഭൂപ്രകൃതി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ലാവാപ്രവാഹങ്ങളാണ്. ലക്ഷക്കണക്കിന് വർഷം മുൻപ് മുതൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകിയ ലാവ സൃഷ്ടിച്ച മലകളും കുന്നുകളും. വിമാനം ഇറങ്ങാൻ നേരമായിരിക്കുന്നു. 10 മിനിറ്റിനകം ലാൻഡ് ചെയ്യുമെന്ന് അറിയിപ്പ് വന്നു. ചക്രം താഴേക്ക് നിവർന്നു. വിമാനം താഴത്തെ വരണ്ട ഭൂമിയിലേക്ക് താഴ്ന്നു തുടങ്ങി. റെയ്ക്യാവിക്കിലേക്ക് എത്തിയിരിക്കുന്നു. റെയ്ക്യാവിക് പട്ടണത്തിന്റെ തെക്കൻ ഭാഗങ്ങളാണിത്. സന്ധ്യയായതുകൊണ്ട് നഗരം രസമുള്ളൊരു കാഴ്ചയാണിപ്പോൾ. ആകാശത്ത് സ്വർണ്ണ നിറത്തിന്റെ ഒരു പാളി. ഭൂമിയിലെ കെട്ടിടങ്ങൾക്കും തെരുവുകൾക്കും അതേ നിറം തന്നെ. നീല നിറത്തിൽ ഉൾക്കടൽ. റെയ്ക്യാവിക് ചെറിയ പട്ടണമാണെങ്കിലും വൃത്തിയും അടുക്കും ചിട്ടയുമുള്ള സുന്ദരമായ പട്ടണമാണ്. എങ്കിലും ഈ പട്ടണത്തിൽ വലിയ എയർപോർട്ടില്ല. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് പോലുള്ള ചെറു വിമാനങ്ങൾക്കേ
റെയ്ക്യാവിക്കിലെ എയർപോർട്ടിൽ വന്നിറങ്ങാൻ പറ്റൂ. വലിയ എയർപോർട്ട് അല്പം അകലെയുള്ള കെഫ്ലാവിക്കിലാണ്. ആകെ 4 എയർപോർട്ടുകളാണ് ഈ രാജ്യത്ത് തന്നെയുള്ളത്. അതിൽ ഏറ്റവും വലുത് കെഫ്ലാവിക്കിലേതാണ്. അതേസമയം ചെറുവിമാനങ്ങൾ ലാൻഡ് ചെയ്യാവുന്ന 400 ഓതറൈസ്ഡ് ലാൻഡിംഗ് സ്ട്രിപ്പുകൾ ഈ രാജ്യത്തുണ്ട്. വിമാനം റെയ്ക്യാവിക് വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് താണു. 1919 ഇവിടെ വിമാനങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. അന്ന് ഒരു എയർ സ്ട്രിപ്പ് മാത്രമായിരുന്നു ഇവിടം. 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയാണ് ഇവിടെ ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നത്. എല്ലാവരും പുറത്തേക്ക് നടന്നു. ഒരു വിമാനത്താവളത്തിന്റെ ടെർമിനൽ ബിൽഡിംഗ് ഒന്നുമല്ല കാണുന്നത്. കുറച്ച് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ. ഒരു കമ്പിവേലിയാണ് റൺവേയുള്ള ഭാഗത്തെയും കെട്ടിടങ്ങളുടെ ഭാഗത്തെയും വേർതിരിക്കുന്നത്. അക്കാണുന്നതാണ് എയർപോർട്ട് ബിൽഡിംഗ്. ഐസ്ലാൻഡ് എയറിന്റെ ഒരു വിമാനം കൂടി വന്നിട്ടുണ്ട്. അതിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദിവസവും ഏതാനും വിമാനങ്ങൾ ഇവിടെ വന്നിറങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി. അകത്തേക്ക് ചെല്ലുമ്പോൾ സാം ഹരിദാസ് ഇതാ കുടുംബസമേതം എന്നെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്നു. ഇന്ന് തിരിച്ചെത്തുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞിരുന്നതാണ്. സാമും ഇളയ മകനും ഭാര്യയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഭാര്യ ഇവിടെ നഴ്സാണ്. ഇളയ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്ത മകൻ ഹയർ സെക്കൻഡറിയിലാണ്. അവന് ക്ലാസ്സോ മറ്റോ ഉള്ളതിനാൽ അതിന് പോയിരിക്കുകയാണ്. ഇന്നെനിക്ക് കെഫ്ലാവിക്കിലാണ് താമസിക്കേണ്ടത്. എന്നെ അവിടെ എത്തിക്കുക സാമാണ്. അതിനു മുൻപ് സാമിനൊപ്പം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. അതിനായി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ യാത്രയായി.